Government Nursing College in Kottayam. Now it is a government-aided higher secondary school in Kannur. Kerala was once again shaken by a horrifying case of ragging. 17-year-old Mohammed Nihal, a class 11 student, suffered a brutal attack at his school in Kannur. 5 class 12 students beat him mercilessly, leaving him with a fractured left arm and other serious injuries. The attack happened on February 13, 2025. ഫെബ്രുവരി 13 ഈ ഒരു വർഷമാണ് ഒരു രണ്ട് വലിയ റാഗിംഗ് കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തി. ഒന്ന് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു. അതിഭീകരമായിട്ടായിരുന്നു ആ ഒരു ക്രൂരത നമ്മുടെ മുമ്പിൽ അവർ അരങ്ങേറ്റിയത്. എന്തായാലും ആ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇനി നഴ്സുമാരാവില്ല എന്നതിനെ നമ്മൾ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. അവർ ഈ നഴ്സുമാരാവില്ല, അവർ പക്ക ക്രിമിനലുകളാണ് എന്ന രീതിയിലാണ് ഇനി നമ്മുടെ സമൂഹം അവരെ കാണാൻ പോകേണ്ടതും ഇനി അങ്ങനെ പോകുന്നതും. കാരണം അത് അങ്ങനെ തന്നെ ആവണം. കാരണം എല്ലാവരും നേരം പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിന് എന്താണ് ഒരു വിലയുള്ളത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ചില ആൾക്കാർ നാശാവാൻ വേണ്ടി മാത്രം ജനിച്ച ആളുകളാണ്, അവർ നാശാവുക തന്നെ വേണം. കാരണം പോലീസുകാർക്കും വക്കീലുകാർക്കും പണി വേണ്ടേ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഇൻസിഡന്റ് കഴിഞ്ഞ ഈ ഒരു ഫെബ്രുവരി കഴിഞ്ഞിട്ടില്ല, ഈ ഫെബ്രുവരി 13 കണ്ണൂരില് ഒരു കുട്ടിയെ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതിഭീകരമായിട്ട് ബ്രൂട്ടലായിട്ട് ആക്രമിച്ചത്. റാഗിങ് തന്നെയാണ് അവിടെയും വിഷയം. ഇവിടെ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊന്നും പലപ്പോഴും അധ്യാപകർ ധൈര്യപൂർവ്വം ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ ഒരു തരത്തിലും അധ്യാപകർ വളരെയധികം ധൈര്യത്തോടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ശമ്പളത്തിനെ ബാധിക്കുമോ, അവർക്ക് ഇതെല്ലാം കഴിഞ്ഞ അവസാനം പെൻഷൻ ആവുന്ന സമയത്ത് ആ പെൻഷനെ ബാധിക്കുമോ എന്നൊക്കെയാണ് പല സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഈ അധ്യാപകർ ഒരു വലിയ വിഷയമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അതിഭീകരമായിട്ടുള്ള ഈ ബ്രൂട്ടൽ അവിടെ നടന്നിട്ട് പോലും ആ കുട്ടി പറയുന്നത് ഇതിനു മുമ്പേയും എന്നെ ഇവർ ആക്രമിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും വാർത്ത പരിപൂർണ്ണമായിട്ട് കേട്ടിട്ട് നമുക്ക് ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ തോന്നുന്നു. Inside the school premises, Nihal was rushed to Talasuri AKG Memorial Cooperative Hospital where he underwent surgery. The violence started because seniors took offense at the way he looked at them while drinking water. He alleged that they kicked him to the ground inside the school canteen. Nihal also claimed that this was not the first time he had been attacked. He said other students had faced similar violence before. School authorities received the complaint and suspended the accused students. അന്ന് മുതൽ തന്നെ സ്കൂൾ അതോറിറ്റികൾ ഈ ഒരു കംപ്ലൈന്റ് ഏറ്റെടുക്കുകയും അവസാനം അത് കുറ്റം ചാർത്തപ്പെട്ട വിദ്യാർത്ഥികൾ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സസ്പെൻഷനോട് കൂടിയിട്ട് അവർക്ക് ഇതൊരു ആദ്യത്തെ ക്രിമിനൽ ഒഫൻസ് ആണ്, ആദ്യത്തെ ഒരു ക്രിമിനൽ ചെയ്തിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്താ കിട്ടുക എന്ന് അവർക്ക് ഇപ്പോൾ അറിയാം. ഏറെ വന്ന 15 ദിവസം സ്കൂളിൽ പുറത്തു നിൽക്കണം, വീണ്ടും ആ സ്കൂളിലേക്ക് തന്നെ ധൈര്യപൂർവ്വം കയറി ചെല്ലാം. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ചുറ്റുമുള്ള കുട്ടികളൊക്കെ കൈയടിക്കാനുണ്ടായിരിക്കും. നമ്മളൊരു വലിയ കൃത്യം ചെയ്തിരിക്കുന്നു, മാർക്കോ പോലത്തെ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഞങ്ങൾ ലൈവായിട്ട് ചെയ്തിരിക്കുന്നു, എന്തിനാണോ സിനിമ ഒക്കെ കാണുന്നത്, ഞങ്ങളില്ല ഇവിടെ ലൈവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന മനോഭാവമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജനിച്ചു വരുന്നുണ്ട്. ആളുകളെല്ലാം കുട്ടികൾ ജനിച്ചിരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. പഴയ പോലെ ഇപ്പം നമ്മൾ മുമ്പ് എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച്, ഗൂഗിളിനോടൊപ്പം തന്നെ പെർപ്ലക്സിറ്റി ഉണ്ട്. ഇങ്ങനെ ചാറ്റ് ബോട്ടുകൾ എണ്ണം കൂടുന്ന കാലം കുട്ടികൾ എന്താ പറയാ, കുട്ടികൾ പറയും എന്തിനാ പുസ്തകം വായിക്കുന്നത്, അത് ഗൂഗിൾ സോഷ്യൽ മീഡിയ വന്നോ അനങ്ങിയില്ല. പഴയ പോലെ ഇപ്പം നമ്മൾ മറ്റൊരു സ്കൂൾസിനകത്ത് കേരള നിയമസഭ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത അടിയന്തര പ്രമേയം ലഹരിയുടെ ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗം ശക്തിപ്പെടുകയാണ്. നിങ്ങൾക്ക് റോഡില്ലേ, എൻഫോഴ്സ്മെന്റ് മാത്രമാണോ വലിയ എൻഫോഴ്സ്മെന്റിലേക്ക് എത്തണം? അധ്യാപകരോടാണ് ചോദ്യം. എക്സൈസിന്റെയും പോലീസിന്റെയും മാത്രം ഉത്തരവാദിത്വം അല്ല, നിങ്ങളുടെ പട്ടണിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം ഭൂരിഭാഗം ആളുകൾ നിർവഹിക്കുന്നു, ഒരു ഗ്രൂപ്പ് മാറി നിൽക്കുന്നു. ക്ലാസ്സിലെ കുട്ടിയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഹൂവാസി? നമ്മുടെ നിയമസഭയിൽ ഡൂയിസു ഞങ്ങളൊക്കെ എന്താന്ന് പറയുന്ന ഒരു പുസ്തകം അവിടെ ഉണ്ട്. നാളെ ഞങ്ങൾ മരിച്ചാലും അത് പറയും ഹൂയിസു, അയാൾ ആരായിരുന്നു. അതുപോലെ നിങ്ങൾക്കൊരു കുട്ടിയെ കുറിച്ച് പറയാൻ പറ്റണം, അയാൾ ആര്, കുടുംബ പശ്ചാത്തലം എന്ത്, കുടുംബ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് കുട്ടി ഏതെങ്കിലും തരത്തിൽ നോട്ടിനെസ് കാണിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ട് കാരണം അത് കണ്ടെത്തണം. അപ്പാടെ തന്നെ ചൂടിൽ തടിക്കലല്ല, എന്തായിരിക്കും കാരണം.
കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണം. ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ വേണ്ടത്ര പാരന്റ്സിന്റെ കെയർ കിട്ടാത്തതാണോ? പാരന്റ്സിനെ വിളിക്കണം. നിങ്ങൾ സെക്കൻഡ് പാരന്റ് ആണോ? രണ്ടാമത്തെ രക്ഷിതാവാണല്ലോ കുട്ടിയുടെ ടീച്ചർമാർ. അപ്പൊ കുട്ടിയിൽ കിടക്കുന്ന വീക്ക്നെസ്, എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെങ്കിൽ ആ ദൗർബല്യം ഒരു ക്ലാസ് എന്താ ഇത് കേൾക്കാനൊക്കെ ഭയങ്കര രസമുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പല സ്കൂളുകളിൽ ഇപ്പോൾ നടക്കുന്നൊരു വിഷയം, ഏതെങ്കിലും കുട്ടി ഇങ്ങനെ അബ്നോർമലായിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവനെ പിടിച്ചെന്ന് വെക്കുക. അറ്റ് എ ടൈം നമ്മൾ അവനത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും അധ്യാപനം കാണുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നു, അവർ രക്ഷിതാക്കളെ വിളിക്കാൻ പോകുന്നു എന്ന നിമിഷത്തിന് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരിക്കും, എന്നെ അധ്യാപകർ പീഡിപ്പിക്കുന്നു. പിറ്റേ ദിവസം ആ അധ്യാപകന്റെ ഫോട്ടോ പത്രത്തിൽ വരും. പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത മാത്രം ഫോട്ടോ വരുള്ളൂ കേട്ടോ. ഇത് എന്ത് തരം പീഡനമാണ്? രണ്ടടി ചോറിലുകൊണ്ട് കൊടുത്താണോ? അത് അച്ഛനെ വിളിച്ചിട്ട് മകൻ ഇങ്ങനെ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാണോ? എന്ത് പീഡനം അറിയില്ല. നാട്ടുകാർക്കാകെ പത്രമാധ്യമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പീഡനമുള്ളൂ, അത് ലൈംഗിക പീഡനം മാത്രമാണ്. വേറൊരു പീഡനത്തെ പറ്റി ചർച്ചയുണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ നാണം കെടാതിരിക്കാൻ സമൂഹത്തില് കുടുംബക്കാർക്കെതിരെ കൂട്ടുകാർക്കെതിരെ, കാരണം എത്ര പേരോട് ഇത് പറയാൻ സാധിക്കും? സ്കൂളിൽ നടന്ന സംഭവമാണ്. ഒരു കുട്ടിയെ പീഡിപ്പിച്ചൊരു അധ്യാപകൻ എന്ന് വിളിക്കുക, എക്സ് ഓർ വൈ ഒരു പീഡിപ്പിച്ചു വയ്ക്കുക, പിറ്റേ ദിവസം വാർത്ത വരുന്നു. കുടുംബക്കാരുടെ എത്ര പേരോട് നമുക്ക് പറഞ്ഞിറക്കാൻ കഴിയും? ഞാൻ ഇന്ന പീഡനമാണ് ചെയ്തത്, ഞാൻ ചോറിൽ കൊണ്ടൊരു അടി അടിക്കുക ചെയ്തത്. നടക്കൂല. എത്ര പേരോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും? നാട്ടുകാരുടെ എത്ര പേരോട് പറയണം? അപ്പോ ഇങ്ങനെ മാനസികമായിട്ടും മറ്റും ഇങ്ങനെ തകർന്നു പോവാൻ പല അധ്യാപകരും തയ്യാറല്ല. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ പലപ്പോഴും കേൾക്കാൻ ഭയങ്കര രസമാണ്. കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ശരിയാണ്, ഒരു അധ്യാപകന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു കുട്ടിയെ ക്ലാസ് മുറിയിലുള്ള ഒരു 10-60 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ തിരിച്ചറിയുക എന്നതാണ്. ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു. തീർച്ചയായിട്ടും ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടായിരിക്കാം, തീർച്ചയാണ്. വീട്ടിൽ അച്ഛനമ്മയെ കൃത്യമായിട്ട് നോക്കാതെ ഉണ്ടായിരിക്കാം, അതുണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ എത്ര കുട്ടികളെ ഇപ്പോൾ മയക്കുമരുന്ന് പറയുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളൊന്നും കാണാത്ത സാധനങ്ങളൊക്കെ ഇവർ കണ്ടിട്ടുണ്ടെന്നേ, അത് വളരെ ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എത്ര കുട്ടികളെ ഇങ്ങനെ പിന്നെ നടക്കും. അപ്പോൾ ഇതിങ്ങനെ അധ്യാപകർ നോക്കണം എന്നുള്ള ഇത്തരം വാക്കുകൾ മാത്രം പോരാ, നിയമത്തിലെ കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ അധ്യാപകർക്കെതിരെയുള്ള ഈ പോക്സോ കേസുകളുണ്ടല്ലോ, അതിൽ ഒരു വലിയ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അതില്ലെങ്കിൽ നമ്മുടെ സമൂഹം വീണ്ടും വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും പോകും, ഒരു സംശയവുമില്ല. അധ്യാപകരൊക്കെ സെക്കൻഡ് പാരന്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. ഈ സെക്കൻഡ് പാരന്റ് ഇവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ വിഷയങ്ങളിലേക്ക്, ഇവരെ പ്രോബ്ലംസിലേക്ക് ഒന്ന് ഇടപെട്ട് നോക്കണം. ഇടപെട്ടതേ അവർ ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല അധ്യാപകരും ഈ സെക്കൻഡ് പാരന്റിങ് എന്ന് പറയുന്ന സംഭവം നേരം പോലെ ക്ലാസ് മുറികളിൽ നടത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. ഇതെന്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ ആ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ രക്ഷിതാക്കൾ നേരം പോലെ ഇടപെടാത്തത്? ഈ റാഗിങ്ങൾ ഇങ്ങനെ നിരന്തരം നടക്കുമ്പോഴും നമ്മൾ അവരെങ്ങനെ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം? ഇപ്പൊ കുട്ടികളുടെ പ്രായമേ ഉള്ളൂ 15 വയസ്സ്. ശരിയാണ്, 15, 16, 17, 18, 19 വരെ ടീനേജുകളാണ്, കുട്ടികൾ തന്നെയാണ്. അല്ല, ആ 19 എന്നുള്ള ആ പേരിൽ മാത്രമേ ഉള്ളൂ ആ ടീനേജ് കേട്ടോ. അവരൊക്കെ ആ ടീനേജിനേക്കാൾ വലിയ വിത്തുകളാണ്. അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സമൂഹം എന്നുള്ളതാണ്. അത്ര ഈ ടീനേജുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതെന്നും ഓർമ്മയില്ലേ? തൃശ്ശൂരെങ്ങാണ്ട് ഒരു ടീനേജ് അല്ലേ 30 വയസ്സുള്ള ഒരു ചെങ്ങാതിയെ കത്തിക്കൊണ്ട് രാത്രി കുത്തിച്ച് പരിക്കേൽപ്പിച്ചത്? എന്ത് ചെയ്യും? അപ്പോ അതിനെ വിഷയത്തെ വേറെ രീതിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളെ ശക്തമായിട്ടുള്ള അഭിപ്രായം എഴുതിയിരിക്കുന്ന വിശ്വാസത്തോടെ ബൈ.